ഫ്രണ്ട്സ്, നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട നോട്ടീസുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ RCFൻ്റെ അഡ്മിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ തരാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് SSCയുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അതായത് MTSൻ്റെ വേക്കൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ ഡേറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. 66.9K ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 100Kയിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ടിന് തീർച്ചയായിട്ടും എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് SSCയുടെ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ RCFൻ്റെ പറയും. അതായത് RCFൻ്റെ അപ്ലൈ ചെയ്തതാണെങ്കിൽ നിങ്ങൾ ആ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം ഇവിടെ കാണും കേട്ടോ. രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിലേക്ക് ഈ അടുത്ത് മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവരാണ്. ഈ വീഡിയോ കണ്ടവരാണെങ്കിൽ ഇത് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ തരാം കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ പറയുന്നത് SSCയുടെ ആണ്. SSCയുടെ രണ്ട് നോട്ടീസാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേക്കൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് MTSൻ്റെ വേക്കൻസി നമുക്ക് 4000, നിങ്ങൾക്ക് ജസ്റ്റ് കാണാം ഇവിടെ 4887 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 6144 വേക്കൻസി ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വേക്കൻസിയാണ് നമ്മളെപ്പോഴും നമ്മൾ നോക്കാറുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ വേക്കൻസി നോക്കി അപ്ലൈ ചെയ്യുന്നവരാകരുത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം, നമ്മൾ ഏജൊക്കെ മാറിക്കൊണ്ടേയിരിക്കണം. ഉള്ളതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക, പിന്നീട് ചിലപ്പം വേക്കൻസി കൂടാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇത്. അത് മാത്രമല്ല റെയിൽവേൻ്റെ ഒക്കെ നമുക്ക് ഈ അടുത്തറിയാം, എന്താണ് ഈ പറയുന്ന ലോക്കോ പൈലറ്റിൻ്റെ ഒക്കെ എന്താണ് അതിൻ്റെ 3 മടങ്ങൊക്കെ എന്താണ് വേക്കൻസി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന 4887 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. MTSൻ്റെ നോട്ടിഫിക്കേഷൻ തന്നെ കാണിക്കാതാ. MTSൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നമുക്ക് വന്നിരുന്ന വേക്കൻസി ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. MTS 4887 വേക്കൻസിയും ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 3439 വേക്കൻസി ആയിരുന്നു. അപ്പോൾ ഈ 4887 വേക്കൻസി എന്തായി മാറിയിട്ടുണ്ട്? ഇപ്പം ഇത് 6144 വേക്കൻസിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു നോട്ടീസാണ് ഒന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ നോട്ടീസ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് അടുത്ത നോട്ടീസ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇതിലെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് 31/7/2024 ആയിരുന്നു. അത് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഓഗസ്റ്റ് 1 നിങ്ങൾക്ക് ഓഗസ്റ്റ് 3 വരെയും ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഓഗസ്റ്റ് 3 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഇനി നിങ്ങൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഓഗസ്റ്റ് 4 വരെ നിങ്ങൾക്ക് ഫീ അടിക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, ബാക്കി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 3 വരെ സമയമുണ്ട്. 31 ആയിരുന്നു, അതായത് ഇന്നലെ ആയിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. 2 ദിവസം പാടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 ദിവസം ഇന്നടക്കം 3 ദിവസം പാടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡേറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 31 ജൂലൈ ആയിരുന്നു. അതിപ്പോൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്, ഓഗസ്റ്റ് 3 ആക്കിയിട്ട് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഓഗസ്റ്റ് 3 വരെ അപ്ലൈ ചെയ്യാം. ഓഗസ്റ്റ് 4 വരെ ഫീ അടിക്കാനുള്ള ഓപ്ഷൻ പാടുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെ 2 നോട്ടീസാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും MTSന് അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സമയമായിപ്പോയി, ഈ പറയുന്ന ഡേറ്റ് ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പറയുന്നത് ഈ പറയുന്ന RCFൻ്റെ മാനേജ്മെൻറ്റ് ട്രെയിനി, കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, സിവിൽ, അതുപോലെ ഫയർ, CC, ലാബ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വിവിധ കാറ്റഗറിയിൽ മാനേജ്മെൻറ്റ് ട്രെയിനി പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വിളിച്ച ആ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. കോൾ ലെറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്. 29/7 മുതൽ നിങ്ങൾക്ക് എന്താണ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 5/8 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 5/8 വരെ എന്ത് ചെയ്യാം, ഇത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇവിടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ പാസ്വേഡ് എടുക്കുക, ക്യാപ്ചർ ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ അഡ്മിറ്റ് കാർഡ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അവിടെയാണ് ലിങ്ക് തരും കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങളുടെ RCFൻ്റെ ഈ പേജിലേക്കായിരിക്കും വരിക. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. ഇവിടെ ഞാൻ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലൈ ആവുന്നുള്ള ബട്ടൺ ഇവിടെ താഴത്ത് കാണാം. നിങ്ങൾക്ക് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് അതിൻ്റെ താഴെ അപ്ലൈ ആവിൻ്റെ താഴെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന പറഞ്ഞ ലിങ്ക് കൊടുക്കും. അവിടെ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾ ഈ പേജിലേക്ക് വരും കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യാറുന്ന് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പേജിലേക്ക് വരും. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്